PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 KCS ചട്ടങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓഗസ്റ്റ് 3-നാണ് നമ്മുടെ CSEB ജൂനിയർ ക്ലർക്ക് എക്സാം വരുന്നത്. ആ ഒരു എക്സാമിന് KCS ആക്ട് അമെൻമെൻറ്റും KCS റൂൾസ് അമെൻമെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. കോപ്പറേറ്റീവ് ലോയുടെ ഭാഗത്ത് നിന്ന് 15 ചോദ്യങ്ങളാണ്, ഓരോ മാർക്ക് വീതം 15 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചാൽ മാത്രമേ ഈ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ നോക്കേണ്ടത് റൂൾ 59 ആണ്. റൂൾ 59 ഗ്രാറ്റുവിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്. ഇതിൽ ചെറിയ ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത്. മന്ത്ലി പെയ്ഡായിട്ടുള്ള പെർമനൻറ്റ് എംപ്ലോയിക്കാണ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നത്. അതിന് 5 വർഷത്തെ സാറ്റിസ്ഫാക്ടറി സർവീസ് മിനിമം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. റൂൾ 59 പറയുന്നു, എവറി സൊസൈറ്റി ഷാൽ മേക്ക് ഇൻ ഇറ്റ്സ് ബൈലോസ് പ്രൊവിഷൻ ഫോർ പേയ്മെൻറ്റ് of gratuity to its employees and frame regulations for its administration. Among other matters, such regulations shall provide for the following. First one, all monthly paid employees on the permanent establishment shall be eligible for gratuity. ഗ്രാറ്റുവിറ്റിക്ക് എലിജിബിൾ ആവണമെങ്കിൽ മന്ത്ലി പെയ്ഡ് ആയിട്ടുള്ള പെർമനൻറ്റ് എംപ്ലോയി ആയിരിക്കണം. സർവീസ് റെൻറ്റഡ് ബൈ എംപ്ലോയീസ് മസ്റ്റ് ബി കണ്ടിന്യൂസ് ആൻഡ് സാറ്റിസ്ഫാക്ടറി. കണ്ടിന്യൂസ് ആൻഡ് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള സർവീസ് ആ എംപ്ലോയിക്ക് ഉണ്ടായിരിക്കണം. വെൻ ആൻ എംപ്ലോയി ഹു ഹാസ് പുട്ട് ഇൻ അറ്റ്ലീസ്റ്റ് 5 years സാറ്റിസ്ഫാക്ടറി സർവീസ് ഈസ് റിട്ടയേർഡ് വോളണ്ടറിലി. ഇവിടെയാണ് ഒരു വാക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്നത്, ഓർ റിസൈൻഡ്. റിട്ടയേർഡ് വോളണ്ടറിലി ഓർ റിസൈൻഡ് ഫ്രം സർവീസ്, ഓർ ഇഫ് ഹീ ഈസ് പെർമനൻ്റ്ലി ഡിസേബിൾഡ് വൈൽ ഇൻ സർവീസ്, ഓർ ഇഫ് ഹീ ഡൈസ് വൈൽ ഇൻ സർവീസ്, the society shall pay to him or to his legal heirs, as the case may be, a gratuity not exceeding half month's pay for every completed year or service. മിനിമം 5 വർഷം സാറ്റിസ്ഫാക്ടറി സർവീസ് കംപ്ലീറ്റ് ആക്കിയ ഒരു എംപ്ലോയി വോളണ്ടറിലി റിട്ടയർ ആവുകയോ റിസൈൻ ചെയ്യുകയോ സർവീസിലിരിക്കെ പെർമനൻ്റ്ലി ഡിസേബിൾ ആവുകയോ മരണപ്പെടുകയോ ചെയ്താൽ സൊസൈറ്റി ആ എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യണം. അത് നോട്ട് എക്സീഡിങ് ഹാഫ് മന്ത്സ് പേ ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓർ സർവീസ്. ഓരോ പൂർത്തീകരിച്ച വർഷത്തിനും 1/2 മാസത്തെ ശമ്പളം, ഒരു മാസത്തിൻ്റെ പകുതി ശമ്പളത്തിൽ കൂടാത്ത എമൗണ്ടാണ് ഗ്രാറ്റുവിറ്റിയിലേക്ക് കൊടുക്കേണ്ടത്. അതായത് മിനിമം 5 വർഷത്തെ സാറ്റിസ്ഫാക്ടറി സർവീസ് കംപ്ലീറ്റ് ആക്കിയ ഒരു എംപ്ലോയി വോളണ്ടറിലി റിട്ടയർ ആവുകയോ റിസൈൻ ചെയ്യുകയോ സർവീസിലിരിക്കെ പെർമനൻ്റ്ലി ഡിസേബിൾ ആവുകയോ മരണപ്പെടുകയോ ചെയ്താൽ സൊസൈറ്റി ആ എംപ്ലോയിക്ക് അല്ലെങ്കിൽ ആ എംപ്ലോയിയുടെ ലീഗൽ ഹയേഴ്സിന് ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഓരോ പൂർത്തീകരിച്ച വർഷത്തിനും 1 മാസത്തിൻ്റെ പകുതി ശമ്പളത്തിൽ കൂടാത്ത ഒരു എമൗണ്ടാണ് ഈ ഗ്രാറ്റുവിറ്റിയിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ റിസൈൻഡ് എന്നൊരു വാക്ക് കൂട്ടിച്ചേർത്തു. അടുത്തത് റൂൾ 66 മാറ്റം. റൂൾ 66 പ്രൊസീജിയർ ഫോർ ദ കണ്ടക്ട് ഓഫ് ഇൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ. സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറിക്കും സെക്ഷൻ 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷൻ്റെയും പ്രൊസീജിയറാണ് റൂൾ 66 പറയുന്നത്. റൂൾ 66(1) പറയുന്നു, ആൻ ഓർഡർ ഓതറൈസിംഗ് ഇൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഓർ ഇൻസ്പെക്ഷൻ അണ്ടർ സെക്ഷൻ 66 ഷാൾ എമംഗ് ദ അതർ തിങ്സ് കണ്ടെയ്ൻ ദ ഫോളോയിങ്. സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറിക്കും സെക്ഷൻ 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷനും ഓതറൈസ് ചെയ്യുന്ന ഓർഡറിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിൽ 66(1)(a) പറയുന്നു, the name of the society whose affairs are to be inquired into or whose books of account are to be inspected. ഏത് സൊസൈറ്റിയിലാണോ ഇൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തുന്നത് ആ സൊസൈറ്റിയുടെ പേര് ഉണ്ടായിരിക്കണം. ഇവിടെ മാറ്റം വന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കഴിഞ്ഞിട്ട് വിച്ച് ആർ കെപ്റ്റ് എയ്തർ ഇൻ ഡിജിറ്റൽ ഓർ ഇൻ ഫിസിക്കൽ ഫോം എന്ന് കൂട്ടിച്ചേർത്തു. ബുക്സ് ഓഫ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ മാറ്റം മുമ്പത്തെ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ബുക്സ് ഓഫ് അക്കൗണ്ട് കഴിഞ്ഞിട്ട് വിച്ച് ആർ കെപ്റ്റ് എയ്തർ ഇൻ ഡിജിറ്റൽ ഓർ ഇൻ ഫിസിക്കൽ ഫോം എന്ന് കൂട്ടിച്ചേർത്തു. പുതിയ റൂളിൽ ഈ ഒരു സെൻറ്റൻസ് കൂട്ടിച്ചേർത്തു. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട് ഫിസിക്കൽ ഫോമിലോ ഡിജിറ്റൽ ഫോമിലോ ഉള്ള ബുക്സ് ഓഫ് അക്കൗണ്ടാണ് ഇൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. അതാണ് റൂൾ 66(1)(a)യിൽ വന്ന മാറ്റം. ബുക്സ് ഓഫ് അക്കൗണ്ട് കഴിഞ്ഞിട്ട് വിച്ച് ആർ കെപ്റ്റ് എയ്തർ ഇൻ ഡിജിറ്റൽ ഓർ ഇൻ ഫിസിക്കൽ ഫോം എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. റൂൾ 66(b)യിൽ പറയുന്നു ദ നെയിം ഓഫ് ദ പേഴ്സൺ, അത് കഴിഞ്ഞ പാട് ഓർ പേഴ്സൺസ് ഓതറൈസ്ഡ് ടു കണ്ടക്ട് ദ ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ. പേഴ്സണോ അല്ലെങ്കിൽ പേഴ്സൺസോ, വ്യക്തിയോ വ്യക്തികളോ, ഇതാണ് ഇവിടുത്തെ മാറ്റം. പേഴ്സൺ കഴിഞ്ഞിട്ട് പേഴ്സൺസ് എന്ന് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻക്വയറി നടത്തുന്ന ആളുടെ അല്ലെങ്കിൽ ആൾക്കാരുടെ പേര് കൂടി ഈ ഓർഡറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. 66(4) ഒരു മാറ്റം വന്നത് ഓൺ റെസീറ്റ് ഓഫ് ദ ഓർഡേഴ്സ് റെഫേർഡ് ടു ഇൻ സബ് റൂൾ 1 ദ പേഴ്സൺ ഓർ പേഴ്സൺസ് ഓതറൈസ്ഡ് ടു conduct the inquiry or inspection shall proceed to examine the relevant books of account. ഈ ബുക്സ് ഓഫ് അക്കൗണ്ട് കഴിഞ്ഞിട്ട് ഇവിടെയും വിച്ച് ആർ കെപ്റ്റ് എയ്തർ ഇൻ ഡിജിറ്റൽ ഓർ ഇൻ ഫിസിക്കൽ ഫോം എന്ന് കൂട്ടിച്ചേർത്തു. ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് ഇൻ ദ പൊസഷൻ ഓഫ് ദ സൊസൈറ്റി ഓർ എനി ഓഫ് ഇറ്റ്സ് ഓഫീസേഴ്സ്, മെമ്പേഴ്സ്, ഏജൻറ്റ്സ് ഓർ സെർവൻറ്റ്സ് ആൻഡ് ഒബ്റ്റെയിൻ സച്ച് ഇൻഫർമേഷൻ ഓർ. ഇവിടെയും മാറ്റം വന്ന ഇതാണ്. പേഴ്സൺ എന്നുള്ളിടത്ത് പേഴ്സൺസ് എന്നും കൂടി ആഡ് ചെയ്തു. അതുപോലെ ബുക്സ് ഓഫ് അക്കൗണ്ട് കഴിഞ്ഞിട്ട് വിച്ച് ആർ കെപ്റ്റ് എയ്തർ ഇൻ ഡിജിറ്റൽ ഓർ ഇൻ ഫിസിക്കൽ ഫോം എന്ന് കൂട്ടിച്ചേർത്തു. റൂൾ 66(4) പറയുന്നത് റൂൾ 66 സബ് റൂൾ 1 പ്രകാരമുള്ള ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഇൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തുന്നതിന് വേണ്ടി ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്കോ വ്യക്തികൾക്കോ സൊസൈറ്റിയുടെ പൊസഷനിലുള്ളതോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഓഫീസേഴ്സിൻ്റെയോ മെമ്പേഴ്സിൻ്റെയോ ഏജൻറ്റിൻ്റെയോ സെർവൻസിൻ്റെയോ പൊസഷനിലുള്ള ഡോക്യുമെൻറ്റ്സ് ഇൻസ്പെക്റ്റ് ചെയ്യാം, ഇൻക്വയറി ചെയ്യാം. അതാണ് റൂൾ 66(4) പറയുന്നത്. മാറ്റം വന്നത് ഇവിടെയാണ്. ആ പേഴ്സൺ എന്നുള്ളത് പേഴ്സൺസ് ആക്കി. അതുപോലെ ബുക്സ് ഓഫ് അക്കൗണ്ട് കഴിഞ്ഞിട്ട് വിച്ച് ആർ കെപ്റ്റ് എയ്തർ ഇൻ ഡിജിറ്റൽ ഓർ ഇൻ ഫിസിക്കൽ ഫോം എന്ന് കൂട്ടിച്ചേർത്തു. ബുക്സ് ഓഫ് അക്കൗണ്ട് ഫിസിക്കൽ ഫോമിലോ ഡിജിറ്റൽ ഫോമിലോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട് അങ്ങനെ കൂട്ടിച്ചേർത്തു. അതാണ് മാറ്റം. അടുത്തത് റൂൾ 66 സബ് റൂൾ 7 മാറ്റം വന്നിരിക്കുന്നത്. റൂൾ 66 സബ് റൂൾ 7 പറയുന്നത് സെക്ഷൻ 68 പ്രകാരമുള്ള ഇൻക്വയറിയുടെ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറിക്കും സെക്ഷൻ 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷനും ഉള്ള ഓർഡറിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതെന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പഠിച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. സെക്ഷൻ 68 പ്രകാരമുള്ള ഇൻക്വയറിയുടെ ഓർഡറിൽ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് റൂൾ 66 സബ് റൂൾ 7(1)(a)യിൽ പറയുന്നുണ്ട് ഏത് സൊസൈറ്റിയുടെ ഇൻക്വയറി ആണോ നടത്തുന്നത് ആ സൊസൈറ്റിയുടെ പേര്. ബി നെയിം ഓഫ് ദ പേഴ്സൺ ഓതറൈസ്ഡ് ടു കണ്ടക്ട് ദ ഇൻക്വയറി നടത്താൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിയുടെ പേര്. സി സ്പെസിഫിക് പോയിന്റ് ഓർ പോയിന്റ്സ് ഓൺ വിച്ച് ദ ഇൻക്വയറി ഈസ് ടു ബി മെയ്ഡ്. ഡി ദ പീരീഡ് ഓഫ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ. ഇവിടെയാണ് മാറ്റം. അതായത് 66 സബ് റൂൾ 7(1)(d)യിലാണ് മാറ്റം വന്നിരിക്കുന്നത്. ദ പീരീഡ് കഴിഞ്ഞ പാട് ഓഫ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ വിത്തിൻ വിച്ച് ദ ഇൻക്വയറി ഈസ് ടു ബി കംപ്ലീറ്റഡ് ആൻഡ് റിപ്പോർട്ട് സബ്മിറ്റഡ് ടു രജിസ്ട്രാർ. സെക്ഷൻ 68 പ്രകാരമുള്ള ഇൻക്വയറി കംപ്ലീറ്റ് ചെയ്യേണ്ടത് 3 മാസത്തിനുള്ളിലാണ്. നേരത്തെ ഇങ്ങനെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ ഓഫ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ എന്നുള്ളത് പുതിയതായി കൂട്ടിച്ചേർത്തതാണ്. മാറ്റം വന്നത് ഇവിടെയാണ്. ദ പീരീഡ് ഓഫ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ വിത്തിൻ വിച്ച് ദ ഇൻക്വയറി ഈസ് ടു ബി കംപ്ലീറ്റഡ് ആൻഡ് റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ദ രജിസ്ട്രാർ. ഇൻക്വയറി ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ സെക്ഷൻ 68 പ്രകാരമുള്ള ഇൻക്വയറി കംപ്ലീറ്റ് ചെയ്ത് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ പറയുന്നു കോസ്റ്റ് ഓഫ് ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ. എഫ് എനി അതർ മാറ്റർ റിലേറ്റിംഗ് ഓർ പെർട്ടൈനിങ് ടു ദ ഇൻക്വയറി. അടുത്തത് റൂൾ 66 സബ് റൂൾ 7(2) ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഓൺ ഗെറ്റിംഗ് ദ ഇൻക്വയറി റിപ്പോർട്ട് ഇത് മാറ്റി ഇവിടെ വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് ഇൻക്വയറി റിപ്പോർട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സബ് റൂൾ 66(7)(2) സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു. ഓൺ ഗെറ്റിംഗ് ദ എൻക്വയറി റിപ്പോർട്ട് അത് മാറ്റി വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് ഇൻക്വയറി റിപ്പോർട്ട് എന്ന് ഭേദഗതി ചെയ്തു.
അതിനുശേഷം ദ രജിസ്ട്രാർ ഷാൾ ഗീവ് ദ പേഴ്സൺ ഓർ പേഴ്സൺസ് കൺസേൺഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് ബിഫോർ ഇഷ്യൂയിങ് ആൻ ഓർഡർ ഫോർ സർചാർജ്. The order for surcharge shall be in writing and shall be sent under registered post with the acknowledgement due. അതായത് ഈ ഇൻക്വയറി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ രജിസ്ട്രാർ ആ വ്യക്തിക്ക്, എൻക്വയറിക്ക് വിധേയനാക്കപ്പെട്ട വ്യക്തിക്കോ വ്യക്തികൾക്കോ അവരുടെ ഭാഗം പറയാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അത് സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് ഈ ഇൻക്വയറി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് 1 മാസത്തെ സമയം അവർക്ക് കൊടുക്കണം. സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് നമുക്കറിയാം രജിസ്ട്രാറാണ്. ദ ഓർഡർ ഫോർ സർചാർജ് ഷാൽ ബി ഇൻ റൈറ്റിംഗ് ആൻഡ് ഷാൽ ബി സെൻഡ് അണ്ടർ രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് അക്നോളജ്മെൻറ്റ് ഡ്യൂ. സർചാർജ് ഓർഡർ റൈറ്റിങ്ങിലായിരിക്കണം. അത് കൺസേൺഡ് പേഴ്സണ് സെൻഡ് ചെയ്യുന്നത് രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് അക്നോളജ്മെൻ്റ് ആയിട്ടാണ്. മാറ്റം വന്നിരിക്കുന്നത് ഓൺ ഗെറ്റിംഗ് ദ ഇൻക്വയറി റിപ്പോർട്ട് എന്ന ഭാഗത്ത് വിത്തിൻ 1 മന്ത്. ആ 1 മന്ത് എന്നൊരു സ്പെസിഫിക് ടൈം ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. 1 മാസത്തെ സമയം കൺസേൺ പേഴ്സണ് അല്ലെങ്കിൽ പേഴ്സൺസിന് രജിസ്ട്രാർ കൊടുക്കണം സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ്. ഇതാണ് 66(7) സബ് റൂൾ 7 വന്നിട്ടുള്ള മാറ്റം. അടുത്തത് റൂൾ 66 സബ് റൂൾ 8 ആണ്. പുതിയതായി കൂട്ടിച്ചേർത്ത ഒരു സബ് റൂളാണ്. ഇതിൽ പറയുന്നു, വൈൽ കണ്ടക്ടിങ് ആൻ ഇൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഓർ ആൻ ഇൻസ്പെക്ഷൻ അണ്ടർ സെക്ഷൻ 66 ദ ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ ഓഫീസർ be transferred or promoted to another post, the officer conducting inquiry or inspection shall hand over a report of all the work done till the period of transfer or promotion with the supporting documents to the new inquiry or inspection officer as appointed. ഈ 65 പ്രകാരമുള്ള ഇൻക്വയറിയോ അല്ലെങ്കിൽ 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷനോ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓഫീസർ, ഈ ഇൻക്വയറി നടത്തുന്ന ഓഫീസർ ഇൻക്വയറി കംപ്ലീറ്റ് ആവുന്നതിന് മുൻപേ ട്രാൻസ്ഫർ ആവുകയോ അല്ലെങ്കിൽ മറ്റൊരു പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഓഫീസർക്ക് അതുവരെയുള്ള ഇൻക്വയറി റിപ്പോർട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സോട് കൂടി സബ്മിറ്റ് ചെയ്യണം. ദ ഫോർമർ ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ ഓഫീസർ ബി ഹെൽഡ് ആൻസറബിൾ ഫോർ ദ വർക്ക് ഡൺ വിത്ത് റിഗാർഡ് ടു ദ ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ ടിൽ ഹിസ് പീരീഡ്. ഈ ആദ്യത്തെ ഇൻക്വയറി ഓഫീസർ, ആദ്യത്തെ ഫോർമർ ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ ഓഫീസർ അദ്ദേഹം ഇൻക്വയറി നടത്തിയ സമയത്ത് ഉള്ള കാര്യങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ദ ന്യൂലി അപ്പോയിൻറ്റഡ് ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ ഓഫീസർ ഷുഡ് സ്റ്റാർട്ട് ദ വർക്ക് ഇൻ കണ്ടിന്യൂഷൻ ഓഫ് ദ റിപ്പോർട്ട് ഹാൻഡഡ് ഓവർ ബൈ ദ ഫോമർ ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ ഓഫീസർ ആൻഡ് ഷുഡ് സബ്മിറ്റ് ദ ഫൈനൽ ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഇൻ ടൈം. ഈ രണ്ടാമത് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ ഓഫീസർ ആദ്യത്തെ ഓഫീസർ അന്വേഷിച്ചതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനായിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കൃത്യസമയത്ത് ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ഈ രണ്ടാമത് അപ്പോയിൻറ്റ് ചെയ്ത ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. അതാണ് റൂൾ 66 സബ് റൂൾ 8 കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തുന്ന ഓഫീസർ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിക്കുന്നതിന് മുൻപേ മറ്റ് പോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ആവുകയോ പ്രൊമോഷൻ ആവുകയോ ചെയ്താൽ അതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സോട് കൂടി പുതിയതായി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ഓഫീസർക്ക് കൈമാറണം. ഇദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത സമയത്തുള്ള ചോദ്യങ്ങൾക്ക് ഇദ്ദേഹമാണ് ഉത്തരം കൊടുക്കേണ്ടത്. പിന്നീട് വരുന്ന ഓഫീസർ ആദ്യം നടന്ന ഇൻവെസ്റ്റിഗേഷൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തേണ്ടത്. ഫൈനൽ റിപ്പോർട്ട് കൃത്യസമയത്തിനുള്ളിൽ കൊടുക്കുക എന്നത് പിന്നീട് വന്ന ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. അതാണ് 66 സബ് റൂൾ 8 പറയുന്നത്. അടുത്തത് റൂൾ 67 മാറ്റം. റൂൾ 67 നമുക്കറിയാം, കോസ്റ്റ് ഓഫ് ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ. റൂൾ 67 സബ് റൂൾ 4 മാറ്റം. നമുക്കറിയാം, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഹാൻഡിൽ ചെയ്യുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 70A ആണ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഹെഡാണ് പ്രിസൈഡിംഗ് ഓഫീസർ. പ്രിസൈഡിംഗ് ഓഫീസറുടെ യോഗ്യത നേരത്തെ an advocate having not less than 7 years bar experience and who shall appointed by government for a period of 3 years as per the terms and conditions fixed by the government. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പ്രിസൈഡിംഗ് ഓഫീസർ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന 7 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം. ഇങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇവിടെയാണ് മാറ്റം വന്നിരിക്കുന്നത്. അതായത് പ്രിസൈഡിംഗ് ഓഫീസറുടെ ക്വാളിഫിക്കേഷനിൽ മാറ്റം വന്നിട്ടുണ്ട്. പുതിയ നിയമത്തിൽ പറയുന്നത്
an officer of and above the rank of a municipal magistrate, civil judge, junior division of the judicial service appointed by the government on deputation basis. ഡെപ്യൂട്ടേഷൻ ബേസിസിൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന മുനിസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ദി ജുഡീഷ്യൽ സർവീസിലുള്ള മുനിസിഫ് മജിസ്ട്രേറ്റ് ആയിരിക്കണം പ്രിസൈഡിംഗ് ഓഫീസർ. ഇതാണ് മാറ്റം, വളരെ പ്രധാനപ്പെട്ട മാറ്റമാണ്. റൂൾ 67(4) പറയുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഹെഡായ പ്രിസൈഡിംഗ് ഓഫീസറുടെ ക്വാളിഫിക്കേഷൻ ഇനി മുതൽ മുനിസിഫ് മജിസ്ട്രേറ്റ്, അതായത് ജുഡീഷ്യൽ സർവീസിലുള്ള മുനിസിഫ് മജിസ്ട്രേറ്റിൻ്റെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ് ഡെപ്യൂട്ടേഷൻ ബേസിസിൽ. അടുത്തത് റൂൾ 67(10) മാറ്റം. 67(10) പറയുന്നത് ഫീ ഫോർ ഡിസൈഡിങ് ഡിസ്പ്യൂട്ട്. 2 തരത്തിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ട്, മോണിറ്ററി ഡിസ്പ്യൂട്ട് ആൻഡ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്. മോണിറ്ററി ഡിസ്പ്യൂട്ട് ഹാൻഡിൽ ചെയ്യുന്നത് രജിസ്ട്രാറും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഹാൻഡിൽ ചെയ്യുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടുമാണ്. ഈ 2 ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നതിനും ഫീസ് ഉണ്ട്. ഈ ഫീസിൽ മാറ്റം വന്നിരിക്കുന്നു. ആദ്യം മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെ ഫീസ് നോക്കാം. റൂൾ 67 സബ് റൂൾ 10(1) മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെ ഫീസിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ പറയുന്നു 50 പൈസ ഫോർ എവറി ക്ലെയിം ഓഫ് ₹10 ഓർ പാർട്ട് ദെയർ ഓഫ് subject to a minimum of ₹500 and a maximum of ₹5,000 up to ₹2 lakh and a maximum of ₹7,500 up to the value of ₹10 lakh and ₹10,000 for value above ₹10 lakh. അതായത് മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ വരെ മിനിമം 500 രൂപയാണ്, മാക്സിമം 5000 രൂപയാണ്. 2 ലക്ഷം രൂപ വരെ മിനിമം 500 രൂപ, മാക്സിമം 5000 രൂപ. 50 പൈസ ഫോർ എവറി ക്ലെയിം ഓഫ് ₹. ക്ലെയിം 10 രൂപയ്ക്ക് 50 പൈസ തോതിലാണ് ഈ ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2 ലക്ഷം രൂപ വരെ മിനിമം 500, മാക്സിമം 5000. ഇനി 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ മാക്സിമം 7500 ആണ്. 10 ലക്ഷത്തിന് മുകളിലാണ് ക്ലെയിം വരുന്നതെങ്കിൽ ഫീസ് 10,000 ആണ്. അതായത് മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെ ഫീസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 50 പൈസ ഫോർ എവറി ക്ലെയിം ഓഫ് ₹10 ഓർ പാർട്ട് ദെയർ ഓഫ്. 10 രൂപയ്ക്ക് 50 പൈസ തോതിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2 ലക്ഷം രൂപ വരെ മിനിമം 500, മാക്സിമം 5000. 10 ലക്ഷം രൂപ വരെ 7500 മാക്സിമം. 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 10,000. അടുത്തത് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെ ഫീസാണ്. റൂൾ 67(10)(2) നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെ ഫീസിനെ കുറിച്ച് പറയുന്നത്. 3 ടൈപ്പ് പെറ്റീഷനാണ് ഇതിൽ വരുന്നത്. പെറ്റീഷൻ ഫയൽഡ് ബൈ ആൻ എംപ്ലോയി, ഇലക്ഷൻ പെറ്റീഷൻ, അതർ പെറ്റീഷൻ. ഇതിൽ പെറ്റീഷൻ ഫയൽഡ് ബൈ ആൻ എംപ്ലോയി ഓഫ് എ സൊസൈറ്റിയുടെ എംപ്ലോയി ആണ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതെങ്കിൽ നേരത്തെ 1000 രൂപയായിരുന്നു, ഇനി 1500 രൂപയാണ്. 1000 രൂപയ്ക്ക് പകരം 1500 രൂപയാക്കി മാറ്റി. പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് എംപ്ലോയി ആണെങ്കിൽ. ഇലക്ഷൻ പെറ്റീഷൻ നേരത്തെ 5000 രൂപയായിരുന്നു, ഇനി മുതൽ 7500 രൂപയാണ് ഫീസ്. ഇലക്ഷൻ പെറ്റീഷന് ഫീസ് 7500 രൂപയാണ്. അതർ പെറ്റീഷൻ നേരത്തെ 3000 ആയിരുന്നു, ഇപ്പോഴും മാറ്റമില്ല, 3000 രൂപ തന്നെയാണ്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെ ഫീസ് എന്ന് പറയുന്നത് പെറ്റീഷൻ ഫയൽഡ് ബൈ ആൻ എംപ്ലോയി ഓഫ് എ സൊസൈറ്റി ആണെങ്കിൽ 1500, ഇലക്ഷൻ പെറ്റീഷൻ ആണെങ്കിൽ 7500, അതർ പെറ്റീഷൻ ആണെങ്കിൽ 3000. അടുത്തത് ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത് റൂൾ 68 വിത്തിൻ 15 ഡേയ്സ് എന്ന ഒരു ഭാഗം കൂട്ടിച്ചേർത്തു, ബാക്കി മാറ്റമൊന്നുമില്ല. റൂൾ 68 പറയുന്നത് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡേഴ്സ് ആൻഡ് ഡിസിഷൻ ഇൻ ദ ഡിസൈഡിങ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡർ അല്ലെങ്കിൽ ഡിസിഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് റൂൾ 68 പറയുന്നത്. An award, decision or order passed by the cooperative arbitration court or registrar or any other person deciding the dispute or the arbitrator referred under section 70 of the act shall be sent to the applicant by the court or registrar as the case may be with his seal affixed thereon by registered post. One copy of the award, decision, order shall be retained in the file concerned and the same kept intact for a period of 12 years. The copy of the award, order shall be communicated to the defendants also by registered post within 15 days. അതായത് രജിസ്ട്രാറുടെയോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെയോ
അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് ഡിസൈഡ് ചെയ്യുന്ന മറ്റേതെങ്കിലും വ്യക്തിയുടെയോ സെക്ഷൻ 70 പ്രകാരമുള്ള ആർബിട്രേറ്ററുടെയോ ഓർഡർ, ഡിസിഷൻ അല്ലെങ്കിൽ അവാർഡ് ആപ്ലിക്കൻറ്റിന് സെൻഡ് ചെയ്യുന്നത് ഇവരുടെ സീലോട് കൂടി രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടാണ്. ഈ അവാർഡ് അല്ലെങ്കിൽ ഡിസിഷൻ അല്ലെങ്കിൽ ഓർഡർ ഇതിൻ്റെ ഒരു കോപ്പി കൺസേൺഡ് ഫയലിൽ 12 വർഷത്തേക്ക് സൂക്ഷിക്കുകയും വേണം. The copy of the award or order shall be communicated to the defendants also by registered post within 15 days. ഈ ഓർഡർ അല്ലെങ്കിൽ ഡിസിഷൻ അല്ലെങ്കിൽ അവാർഡ് പുറപ്പെടുവിച്ച 15 ദിവസത്തിനുള്ളിൽ ഡിഫൻഡൻറ്റിന് ഇതിൻ്റെ ഒരു കോപ്പി രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചു കൊടുക്കുകയും വേണം. ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്. ഈ 15 ദിവസത്തിനുള്ളിൽ എന്നത് മാത്രമാണ് മാറ്റം. രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കണം വിത്തിൻ 15 ഡേയ്സ്. അടുത്തത് റൂൾ 69 മാറ്റം വന്നിരിക്കുന്നത്. റൂൾ 69 പറയുന്നു പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ബൈ ലിക്വിഡേറ്റർ. ലിക്വിഡേഷൻ പ്രൊസീജിയറാണ് റൂൾ 69 പറയുന്നത്. 1 മുതൽ 12 വരെയുള്ള സബ് റൂളുകളുണ്ട്. സബ് റൂൾ 10 സബ് റൂൾ 12 മാറ്റം വന്നിരിക്കുന്നത്. റൂൾ 69 സബ് റൂൾ 10 ചെറിയൊരു മാറ്റമാണുള്ളത്. നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നു, അതായത് 69(10)(1) പറയുന്നു, ഇഫ് എനി ലയബിലിറ്റി കനോട്ട് ബി ഡിസ്ചാർജ്ഡ് ബൈ ദ ലിക്വിഡേറ്റർ ഓവിംഗ് ടു ദ വെയറബൌട്ട്സ് ഓഫ് ദ ക്ലെയിമൻസ് നോട്ട് ബീങ് നോൺ ഓർ ഫോർ എനി അതർ കോസ് ദ എമൗണ്ട് കവേർഡ് ബൈ സച്ച് അൺഡിസ്ചാർജ്ഡ് ലയബിലിറ്റി മേ ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ ഫിനാൻസിംഗ് ബാങ്ക് and shall be available for meeting the claims of the person or persons concerned. If even on the expiry of 3 years, ഈ 3 years എന്നത് ഇപ്പോൾ 2 years ആക്കി മാറ്റി. If even on the expiry of 2 years from the date of deposit such amount remains unpaid, the registrar may his own motion or on the application of the liquidator or the joint registrar of the district concerned pass an order directing that the said amount shall be transferred to the common liquidation fund stands in the name Assistant Registrar General of the Taluk with the Financing Bank. അതായത് ലിക്വിഡേഷൻ്റെ സമയത്ത് നമുക്കറിയാം ലിക്വിഡേറ്ററാണ് എല്ലാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും കൈകാര്യം ചെയ്യുന്നത്. ഡിസ്ചാർജ് ചെയ്യപ്പെടാത്ത ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഫിനാൻസിംഗ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ക്ലെയിമൻറ്റിനെ കുറിച്ചുള്ള വിവരമൊന്നും അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ ആയിട്ടുള്ള ഡിസ്ചാർജ് ചെയ്യപ്പെടാത്ത ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ലിക്വിഡേഷൻ്റെ സമയത്ത് ലിക്വിഡേറ്റർ അത് ഫിനാൻസിംഗ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ക്ലെയിമൻസ് വന്നിട്ടില്ല എങ്കിൽ 2 വർഷത്തിന് ശേഷം രജിസ്ട്രാർക്ക് സ്വന്തം തീരുമാനത്തിലോ അല്ലെങ്കിൽ ലിക്വിഡേറ്ററിൻ്റെ ആപ്ലിക്കേഷനിലോ അതുപോലെ ജോയിൻ്റ് രജിസ്ട്രാറുടെ ആപ്ലിക്കേഷനിലോ കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കോമൺ ലിക്വിഡേഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫ് ദ താലൂക്ക് ആണ്. താലൂക്ക് തലത്തിലുള്ള കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ. ഇദ്ദേഹമാണ് കോമൺ ലിക്വിഡേഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. ഈ കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് ഇങ്ങനെ അൺഡിസ്ചാർജ്ഡ് ആയിട്ടുള്ള ലയബിലിറ്റി 2 വർഷത്തിൽ കൂടുതൽ ഫിനാൻസിംഗ് ബാങ്കിലുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് സ്വമേധയാ അല്ലെങ്കിൽ ലിക്വിഡേറ്ററിൻ്റെയോ ജോയിൻറ്റ് രജിസ്ട്രാറുടെയോ ആപ്ലിക്കേഷനിൽ ഈ കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓർഡർ പാസ്സാക്കാവുന്നതാണ്. അതാണ് ഈ 69(10)(1) പറയുന്നത്. മാറ്റം വന്നത് നേരത്തെ ഈ 3 years എന്നതായിരുന്നു. എക്സ്പയറി ഓഫ് 3 years 3 വർഷം കഴിഞ്ഞ് മാത്രമേ അവകാശികളില്ലാത്ത ഡെപ്പോസിറ്റുകൾ ഫിനാൻസിംഗ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ലയബിലിറ്റീസ് കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. ആ 3 വർഷം എന്നുള്ളത് ഇപ്പോൾ 2 വർഷമാക്കി മാറ്റി. അടുത്തത് 69(12) വന്ന മാറ്റമാണ്. 69(12) പറയുന്നു, ദ ലിക്വിഡേറ്റർ ഷാൾ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിത്തിൻ എ പീരീഡ് ഓഫ് 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. ലിക്വിഡേറ്റർ ലിക്വിഡേഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 2 വർഷത്തിനുള്ളിലാണ്. നേരത്തെ അത് 3 വർഷം എന്നായിരുന്നു. അപ്പോൾ ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 2 വർഷത്തിനുള്ളിലാണ്. If the liquidation proceedings could not be completed within such period of 2 years for the reasons beyond the control of liquidator, he may apply to the government through registrar with sufficient reasons for extending the period of liquidation for a maximum of 1 year. ഇങ്ങനെ 2 വർഷത്തിനുള്ളിൽ ലിക്വിഡേറ്റർക്ക് ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ
കാരണം കാണിച്ചുകൊണ്ട് രജിസ്ട്രാർ മുഖേന ഗവൺമെൻറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടി. പക്ഷേ മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആണ്. ലിക്വിഡേഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് 2 വർഷത്തിനുള്ളിലാണ് നോർമലി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എക്സ്റ്റൻഷൻ കിട്ടുന്നത് 1 വർഷം കൂടി. മാക്സിമം എക്സ്റ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആണ്. ഇൻ ദ കേസ് ഓഫ് എക്സിസ്റ്റിംഗ് ലിക്വിഡേഷൻ കേസസ് pending for more than 2 years, liquidation proceedings shall be completed within 1 year from the date of commencement of the Kerala Cooperative Societies Amendment Act 2023. നേരത്തെ ലിക്വിഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 3 വർഷത്തിനുള്ളിൽ എന്നായിരുന്നു. എന്നാൽ അമെൻമെൻറ്റിൽ അത് 2 വർഷമാക്കി. നിലവിൽ ലിക്വിഡേഷൻ പ്രോസസ്സ് നടത്തുന്ന സംഘങ്ങൾ 2 വർഷത്തിൽ കൂടുതലായിട്ടും ലിക്വിഡേഷൻ പ്രോസസ്സ് കണ്ടിന്യൂസ് ചെയ്യുന്ന സംഘങ്ങൾ 1 വർഷത്തിനുള്ളിൽ ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം. ഇൻ ദ കേസ് ഓഫ് എക്സിസ്റ്റിംഗ് ലിക്വിഡേഷൻ കേസസ് പെൻഡിങ് ഫോർ മോർ ദാൻ 2 ഇയേഴ്സ്, liquidation proceedings shall be completed within 1 year from the date of commencement of Kerala Cooperative Societies Amendment Act 2023. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്റ്റും അമെൻമെൻറ്റ് റൂളും അനുസരിച്ച് ലിക്വിഡേഷൻ പ്രൊസീജിയർ 2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ലിക്വിഡേറ്ററിൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കാരണം കൊണ്ട് 2 വർഷത്തിനപ്പുറത്തേക്ക് നീണ്ടുപോകേണ്ട സാഹചര്യം വന്നാൽ രജിസ്ട്രാർ മുഖേന ഗവൺമെൻറ്റിന് കാരണം കാണിച്ചുകൊണ്ട് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. ഈ അമെൻമെൻറ്റ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം 2 വർഷമായിട്ടും ലിക്വിഡേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്ന സംഘങ്ങളുണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് റൂൾ 69 സബ് റൂൾ 12 പറയുന്നത്. അടുത്ത മാറ്റം വന്നിരിക്കുന്നത് റൂൾ 23 69 ശേഷം മാറ്റം വന്നിരിക്കുന്നത് റൂൾ 123 റൂൾ 123 നമുക്കറിയാം, ഫീ ഫോർ അപ്പീൽസ്, റിവിഷൻ ആൻഡ് റിവ്യൂ. അതായത് ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്നതിനും റിവിഷൻ കൊടുക്കുന്നതിനും റിവ്യൂ ചെയ്യുന്നതിനുമുള്ള ഫീസിൻ്റെ ഘടനയാണ് റൂൾ 123 പറയുന്നത്. In appeals and or application before the tribunal, the fees at the following rates shall be paid by the appellants or the applicants as the case may be. A. An appeal under section 82. സെക്ഷൻ 81 ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 82 ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്നത് തന്നെ 2 തരം ഡിസ്പ്യൂട്ട് ഉണ്ട്. മോണിറ്ററി ഡിസ്പ്യൂട്ടും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടും. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്നതിനുള്ള ഫീസ് എന്ന് പറയുന്നത് 5% ഓഫ് ദ എമൗണ്ട് ഇൻവോൾവ്ഡ് സബ്ജക്റ്റ് ടു എ മിനിമം ഓഫ് 500 ആൻഡ് എ മാക്സിമം ഓഫ് 3000. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ഡിസ്പ്യൂട്ടായിട്ടുള്ള എമൗണ്ടിൻ്റെ 5% ആണ് ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്ന കേസിൽ ഫീസായിട്ട് കൊടുക്കേണ്ടത്. പക്ഷേ അതിനൊരു മിനിമം പറയുന്നുണ്ട് 500. നേരത്തെ 200 ആയിരുന്നു, അത് മാറ്റി 500 ആക്കി. അതുപോലെ മാക്സിമം ഇപ്പോൾ 3000 ആണ്. നേരത്തെ 2000 ആയിരുന്നു, മാക്സിമം 3000 ആക്കി. അതായത് മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ സെക്ഷൻ 82 പ്രകാരം ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്നതിനുള്ള ഫീസ് എന്ന് പറയുന്നത് 5% ഓഫ് ദ എമൗണ്ട് ഇൻവോൾവ്ഡ് സബ്ജക്റ്റ് ടു എ മിനിമം ഓഫ് 500 ആൻഡ് എ മാക്സിമം ഓഫ് 3000. ഇനി നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്നതിനുള്ള ഫീസ് ഇലക്ഷൻ ഡിസ്പ്യൂട്ടിന് 3000ഉം അതർ ഡിസ്പ്യൂട്ടിന് 750ഉം ആണ്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് 2 തരത്തിലുണ്ട്, ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ആൻഡ് അതർ ഡിസ്പ്യൂട്ട്. ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ 3000 രൂപയാണ്, നേരത്തെ അത് 2000 ആയിരുന്നു. അതർ ഡിസ്പ്യൂട്ടിന് ഇപ്പം 750 രൂപയാണ്, നേരത്തെ അത് 500 രൂപയായിരുന്നു. അടുത്തത് ആൻ ആപ്ലിക്കേഷൻ ഫോർ റിവിഷൻ അണ്ടർ സെക്ഷൻ 84 ആൻഡ് റിവ്യൂ അണ്ടർ സെക്ഷൻ 85. സെക്ഷൻ 85 പറയുന്നത് ട്രിബ്യൂണലിന് റിവ്യൂവിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അതുപോലെ സെക്ഷൻ 84 പറയുന്നത് റിവിഷനാണ്. അപ്പോൾ 84 പ്രകാരമുള്ള റിവിഷനും 85 പ്രകാരമുള്ള റിവ്യൂവിനും ട്രിബ്യൂണലിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനുള്ള ഫീസ് നിലവിൽ 325 രൂപയാണ്. നേരത്തെ അത് 250 രൂപയായിരുന്നു, ഇപ്പം 325 രൂപയാണ്. ഇതാണ് റൂൾ 123 വന്നിട്ടുള്ള മാറ്റം. റൂൾ 123 പറയുന്നത് ട്രിബ്യൂണലിന് അപ്പീലിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനും റിവിഷൻ ആൻഡ് റിവ്യൂവിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനുമൊക്കെയുള്ള ഫീസിനെ കുറിച്ചാണ്. അപ്പം സെക്ഷൻ 82 പ്രകാരം മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ
ഡിസ്പ്യൂട്ട് ഇൻവോൾവഡ് ആയിട്ടുള്ള എമൗണ്ടിൻ്റെ 5% ഫീസ് കൊടുക്കേണ്ടത്. അത് മിനിമം 500 മാക്സിമം 3000 ആക്കി മാറ്റി. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ഇലക്ഷൻ ഡിസ്പ്യൂട്ടിന് 3000, നേരത്തെ 2000 ആയിരുന്നു. അതർ ഡിസ്പ്യൂട്ടിന് 750, അത് നേരത്തെ 500 ആയിരുന്നു. ഇനി 85 പ്രകാരമുള്ള റിവ്യൂവിനും 84 പ്രകാരമുള്ള റിവിഷനുമുള്ള ആപ്ലിക്കേഷനാണ് എങ്കിൽ നേരത്തെ 250 രൂപയായിരുന്നു, ഇനി മുതൽ 325 രൂപയാണ്. അടുത്തത് മാറ്റം വന്നത് റൂൾ 124A റൂൾ 124A നമുക്കറിയാം, ഫീ ഫോർ അപ്പീൽസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഫോർ റിവിഷൻ ബിഫോർ ദ ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ. ഇപ്പം നമ്മൾ പറഞ്ഞത് ട്രിബ്യൂണലിന് അപ്പീലിനും റിവിഷനും ഒക്കെയുള്ള ഫീസിനെ കുറിച്ചാണ്. റൂൾ 124A പറയുന്നത് ഗവൺമെൻറ്റിനോ രജിസ്ട്രാർക്കോ അപ്പീലിനോ റിവിഷനും ഒക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പേ ചെയ്യേണ്ട ഫീസിനെ കുറിച്ചാണ്. ഇതിൽ മാറ്റം വന്നിരിക്കുന്നത് റൂൾ 124A(1) പറയുന്നു, ഇൻ അപ്പീൽസ് ഓർ ആപ്ലിക്കേഷൻസ് ബിഫോർ ദ ഗവൺമെൻറ് ഓർ ദ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 83 ഓഫ് ദ ആക്ട്, the appellants or the applicants as the case may be shall pay ₹4,500. ഇവിടെ നേരത്തെ 2000 ആയിരുന്നു, ഇവിടെ 4,500 ആക്കി മാറ്റിയിട്ടുണ്ട്. where the appellants or the applicants is an employee of a society and ₹5,000 where the appellant or applicant is a member of a committee or society or others as fees. അതായത് രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ അപ്പീൽസിന് ഉള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആപ്ലിക്കൻ്റ് അല്ലെങ്കിൽ അപ്പലൻ്റ് സൊസൈറ്റിയുടെ എംപ്ലോയി ആണ് എങ്കിൽ ഫീസ് കൊടുക്കേണ്ടത് 4500 രൂപയാണ്. നേരത്തെ 2000 ആയിരുന്നു, ഇപ്പോൾ അത് 4500 ആണ്. ഇനി ആപ്ലിക്കൻ്റ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ ഒക്കെ മെമ്പർ ആണെങ്കിൽ ഫീസ് 5000 റുപ്പീസാണ്. നേരത്തെയും 5000 തന്നെയായിരുന്നു, ഇതിന് മാറ്റമില്ല. അപ്പം ആപ്ലിക്കൻ്റ് എംപ്ലോയി ആണെങ്കിൽ 4500 രൂപയും ആപ്ലിക്കൻ്റ് മെമ്പർ ആണെങ്കിൽ കമ്മിറ്റിയിലെയോ സൊസൈറ്റിയിലെയോ മെമ്പർ ആണെങ്കിൽ ഫീസ് 5000 റുപ്പീസും ആണ്. അടുത്തത് റൂൾ 124A സബ് റൂൾ 2 പറയുന്നു, എവറി ആപ്ലിക്കേഷൻ ടു ദ രജിസ്ട്രാർ ഓർ ദ ഗവൺമെൻറ് ഫോർ ദ എക്സസൈസ് ഓഫ് ദ പവേഴ്സ് അണ്ടർ സെക്ഷൻ 87 ഓഫ് ദ ആക്ട് shall be accompanied by a challan receipt for the remittance of ₹1,500. നേരത്തെ ഇത് 1000 ആയിരുന്നു, ഇവിടെ 1500 ആക്കി മാറ്റി. where the applicant is an employee of a society and ₹5,000 where the applicant is a member of a committee or society or others as fees for such application. ഗവൺമെൻറ്റിനോ രജിസ്ട്രാർക്കോ സെക്ഷൻ 87 പ്രകാരമുള്ള ആപ്ലിക്കേഷനാണ് കൊടുക്കുന്നതെങ്കിൽ ആപ്ലിക്കൻ്റ് സൊസൈറ്റിയിലെ എംപ്ലോയി ആണെങ്കിൽ 1500 രൂപയും, നേരത്തെ 1000 ആയിരുന്നു, ഇപ്പോൾ 1500 രൂപയാക്കി മാറ്റി. ആപ്ലിക്കൻ്റ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ മെമ്പർ ആണെങ്കിൽ 5000 റുപ്പീസുമാണ് ഫീസ്. 5000-ന് മാറ്റമില്ല, നേരത്തെയും 5000 തന്നെയായിരുന്നു. സെക്ഷൻ 83 പ്രകാരമുള്ള ആപ്ലിക്കേഷനാണെങ്കിൽ ആപ്ലിക്കൻ്റ് എംപ്ലോയി ആണെങ്കിൽ 4500 രൂപയാണ് ഫീസ്. ആപ്ലിക്കൻ്റ് മെമ്പർ ആണെങ്കിൽ കമ്മിറ്റിയുടെയോ സൊസൈറ്റിയുടെയോ മെമ്പർ ആണെങ്കിൽ ഫീസ് 5000 രൂപയാണ്. എന്നാൽ സെക്ഷൻ 87 പ്രകാരമുള്ള ആപ്ലിക്കേഷനാണ് കൊടുക്കുന്നതെങ്കിൽ ആപ്ലിക്കൻ്റ് എംപ്ലോയി ആണെങ്കിൽ 1500 രൂപ, ആപ്ലിക്കൻ്റ് മെമ്പർ ആണെങ്കിൽ 5000 റുപ്പീസ്. രണ്ട് കേസിലും മെമ്പർക്ക് 5000 തന്നെയാണ്, മാറ്റമില്ല. എംപ്ലോയിയുടെ കേസിലാണ് മാറ്റം വന്നിരിക്കുന്നത്. എംപ്ലോയി 83 പ്രകാരമുള്ള ആപ്ലിക്കേഷന് 4500 രൂപയും 87 പ്രകാരമുള്ള ആപ്ലിക്കേഷന് 1500 രൂപയുമാണ് കൊടുക്കേണ്ടത്. അടുത്തത് റൂൾ 128 ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട്. റൂൾ 128 സബ് റൂൾ 2 ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. റൂൾ 128 പറയുന്നത് എലിജിബിലിറ്റി ടു വോട്ട് ഇൻ ഇലക്ഷനാണ്. അപ്പോൾ ഇലക്ഷൻ വോട്ട് ചെയ്യുന്നതിനുള്ള എലിജിബിലിറ്റിയാണ് റൂൾ 128 പറയുന്നത്. റൂൾ 128 സബ് റൂൾ 2 പറയുന്നത് ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഇലക്ഷനുള്ള വോട്ട് ചെയ്യുന്നതിനുള്ള എലിജിബിലിറ്റി ആയിരുന്നു. അപ്പോൾ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നിലവിലില്ലാത്തത് കൊണ്ട് ആ ഒരു സബ് റൂൾ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. റൂൾ 128 സബ് റൂൾ 2 ഒമിറ്റ് ചെയ്തു. അത് ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഇലക്ഷൻ്റെ എലിജിബിലിറ്റി ആയിരുന്നു പറഞ്ഞിരുന്നത്. അടുത്തത് റൂൾ 129 മാറ്റം. റൂൾ 128 വരെയുള്ള മാറ്റങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.